നമ്മൾ സ്വീപ്പിനെ പറ്റി അന്നെന്തോ പറഞ്ഞായിരുന്നു. പക്ഷെ സ്വീപ്പിനേക്കാൾ മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്, ക്രിയേറ്റിംഗ് ന്യൂ പ്ലെയിൻസ്. പുതിയ പ്ലെയിൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത്. കാരണം എപ്പോഴും നമുക്ക് ഈ 3 പ്ലെയിൻ കൊണ്ടോ നമ്മുടെ പരിപാടി നടക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് പുതിയ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും എപ്പോഴും 3D ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, 3D മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ജോമെട്രിക് റെഫറൻസ് ജോമെട്രിക്കകത്ത് പ്ലെയിൻസ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. പ്ലെയിൻസ് കണ്ടോ? ആ പ്ലെയിൻസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് ഞാൻ പ്ലെയിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ചോദിക്കുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് റെഫറൻസ്, സെക്കൻഡ് റെഫറൻസ്, തേർഡ് റെഫറൻസ്. അങ്ങനെ 3 റെഫറൻസുകൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് പുതിയൊരു പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റെഫറൻസ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് 3 റെഫറൻസും നിർബന്ധമല്ല, ഞാൻ ഓരോ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് ഞാനിപ്പോൾ ഈ ടോപ്പ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. എന്നിട്ട് ബൈ ഡിഫോൾട്ട് അവർ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അങ്ങ് ഓൺ ആക്കും. ഇവിടെ ഒരു മെസ്സേജും വരുന്നുണ്ട്, ഒരു ഫുള്ളി ഡിഫൈൻഡ് ആവുന്നൊരു മെസ്സേജും വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തേക്കുന്ന ഫസ്റ്റ് റെഫറൻസ്, ഈ ഫസ്റ്റ് റെഫറൻസ് ആയിട്ടുള്ള ടോപ്പ് ലൈനിന് 10 mm അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്ന എത്ര ഡിസ്റ്റൻസ് ആണോ അത്രയും ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ആയിട്ട് പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് ഈ മെസ്സേജ് ഫുള്ളി ഡിഫൈൻഡ് ആയാൽ മാത്രമാണ് പ്ലെയിൻ ആവുകയുള്ളൂ. ഫുള്ളി ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇനിയും കണ്ടീഷൻസ് വേണം എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇനി ഇവിടെ ഫ്ലിപ്പ് ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷനിലേക്ക് മാറും. അതുപോലെ തന്നെ കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണം കൂടും. അങ്ങനെ പോകും. ഓക്കെ, ഇപ്പൊ നോക്കി, പുതിയതായിട്ട് ഈ പ്ലെയിന്, ഈ ടോപ്പ് ലൈന് നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് മാറി 3 പുതിയ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഒരു മെത്തേഡ്. അതേപോലെ നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച്, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇതേപോലെ പുതിയ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാണിക്കാം. ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് ഞാൻ ഈ ഒരു ടോപ്പ് ലൈൻ എടുത്തു. എന്നിട്ട് ഇവിടെ ബൈ ഡിഫോൾട്ട് അവിടെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അല്ലേ വരുന്നത്. ഓഫ്സെറ്റിന് പകരം ഞാൻ പാരലൽ എടുത്തുന്നിരിക്കട്ടെ. പാരലൽ എടുത്തു കഴിഞ്ഞാൽ ഡിഫൈൻഡ് അല്ല. നമുക്ക് പാരലൽ എന്ന് പറയുന്ന ടോപ്പ് ലൈനിന് പാരലൽ എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രം വെച്ച് എനിക്കൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ പെർപെൻഡിക്കുലർ എടുത്തു കഴിഞ്ഞാൽ കാരണം എന്താ, ഈ ടോപ്പ് ലൈന് പാരലായിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഉണ്ട്. ഒരുപാട് പ്ലെയിൻസുകൾ ഉണ്ടാവാം. സോഫ്റ്റ്വെയറിന് മെസ്സേജ് ക്ലിയർ അല്ല. പാരലായിട്ട് എത്ര പാരല്, ഏതിൽ കൂടെ പാരല്, എങ്ങനെ പാരല് എന്നൊന്നും ഒരു മെസ്സേജും ക്ലിയർ അല്ല. നേരത്തെ കൊടുത്ത കേസിനാണെങ്കിൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് അപ്പം മെസ്സേജ് ക്ലിയറാ. നമുക്കത് പിന്നെ ഏത് സൈഡിലേക്കാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് ക്ലിയറാ. ഇവിടെ പാരലൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കൊടുത്തപ്പം ക്ലിയർ അല്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് ഇനി അടുത്ത കണ്ടീഷനും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ കേസിൽ ഞാൻ രണ്ടാമത്തെ കണ്ടീഷനായിട്ട്, സെക്കൻഡ് റെഫറൻസ് ആയിട്ട് ഞാൻ ഈ നമുക്കൊരു ഒറിജിൻ പോയിന്റ് ഉള്ളത് അറിയാവോ? ഞാൻ ഇങ്ങനെ ഒരു ഒറിജിൻ പോയിന്റ് പറഞ്ഞു കൊടുക്കുക. നോക്കിയേ, ആ മെസ്സേജും കൊടുത്തിട്ടും അവർ സമ്മതിക്കുന്നില്ല. അതായത് ടോപ്പ് ലൈനിൽ കൂടെ പെർപെൻഡിക്കുലറും ഒറിജിനിലൂടെ കോയിൻസിഡന്റും ആവുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് പോസിബിളാ, കുറെ പ്ലെയിൻസ് പോസിബിളാ. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് ഞാൻ ഫ്രണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞു കൊടുത്തു നോക്കട്ടെ. ഫ്രണ്ട് പ്ലെയിൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അത് വാലിഡ് അല്ലെന്നാ പറയണേ. ഇതിന് പെർപെൻഡിക്കുലറും അല്ല, ഞാൻ ഫ്രണ്ട് പ്ലെയിനായിട്ട് മിഡ് പ്ലെയിൻ ഓപ്ഷനാണ്. സോറി നോക്കി, അവർ തനിയെ എടുത്ത ഓപ്ഷൻ കണ്ടോ, മിഡ് പ്ലെയിൻ എടുത്തേക്കുന്നത്. എനിക്ക് മിഡ് പ്ലെയിൻ അല്ല വേണ്ടത്, കോയിൻസിഡന്റ് പറ്റുമോ നോക്കട്ടെ. ഇല്ല, കോയിൻസിഡന്റ് ആയിട്ടും അവർ കണ്ടീഷൻസ് വാലിഡ് അല്ലെന്നാ പറയണേ മെസ്സേജ്. ഓക്കെ, ഇനി ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഈ ടോപ്പ് ലൈനിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഞാൻ റെഫറൻസ് പ്ലെയിനകത്ത് പോയിട്ട് ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് ഈ ഒരു ടോപ്പ് ലൈനും
സെക്കൻഡ് റെഫറൻസ് ആയിട്ട് ഈ ലൈനും പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞപ്പം ഓക്കെ, ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ വന്നു. ടോപ്പ് പ്ലെയിന് അപ്പോൾ അവർ നോക്കി ഓട്ടോമാറ്റിക് അവർ തന്നെ ഓരോ കണ്ടീഷനും അങ്ങ് ചൂസ് ചെയ്തോളും. ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ പറ്റുമെങ്കിൽ അവർ തന്നെ ഫുള്ളി ഡിഫൈൻഡ് ആക്കി തരും. ടോപ്പ് പ്ലെയിനോട് പെർപെൻഡിക്കുലറും ലൈനോട് കോയിൻസിഡന്റും. ടോപ്പ് ലൈനിന് പെർപെൻഡിക്കുലറും ലൈന് കോയിൻസിഡന്റും ആയിട്ടുള്ള ഒരൊറ്റ പ്ലെയിനേ ഉള്ളൂ. ആ പ്ലെയിൻ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കി തന്നു. അതുപോലെ കുറേ കേസുകളുണ്ട്. ഇപ്പോൾ ഞാനൊരു 3D ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ 3D ഉണ്ടെന്നിരിക്കട്ടെ. എനിക്ക് ഈ വെർട്ടെക്സ് പോയിന്റും ഈ വെർട്ടെക്സ് പോയിന്റും ഈ വെർട്ടെക്സ് പോയിന്റ് ടച്ച് ചെയ്യുന്നൊരു പ്ലെയിൻ വേണം എന്നിരിക്കട്ടെ. നമുക്ക് നോക്കാം. റെഫറൻസ് പ്ലെയിനകത്ത് പോയിട്ട് ഫസ്റ്റ് വെർട്ടെക്സ് ആയിട്ട് ഇത്, സെക്കൻഡ് വെർട്ടെക്സ് ആയിട്ട് ഇത്, തേർഡ് വെർട്ടെക്സ് ആയിട്ട് ഇത്. നോക്കി പോസിബിൾ ആണ്. ആ മൂന്ന് വെർട്ടെക്സിലും കൂടെ കോയിൻസിഡന്റ് ആയിട്ട് ഒരൊറ്റ പ്ലെയിനേ അവൈലബിൾ ഉള്ളൂ. ആ പ്ലെയിൻ നമുക്ക് ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്ത് തന്നു. ഇനി എന്തേ ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും തമ്മിൽ കോയിൻസിഡന്റ് ആയിട്ട് പ്ലെയിൻ പറ്റുമോ നമുക്ക് നോക്കാം. റെഫറൻസ് ജോമെട്രിക്കകത്ത് പോകാം. റെഫറൻസ് പ്ലെയിൻ എടുത്ത് ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് ഈ എഡ്ജ്, സെക്കൻഡ് റെഫറൻസ് ആയിട്ട് ഈ എഡ്ജ് നോക്കി, അതും പോസിബിളാണ്. ആ രണ്ട് എഡ്ജിൽ കൂടെ കോയിൻസിഡന്റ് ആയിട്ട് ഒരു പ്ലെയിൻ കിട്ടും. അങ്ങനെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതേപോലത്തെ ചില കേസിൽ ഫസ്റ്റ് ഒരു റെഫറൻസ് മാത്രം മതി, ചില കേസിൽ 2 റെഫറൻസ് മതി, ചില കേസിൽ 3 റെഫറൻസിന്റെ ആവശ്യം വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് പുതിയ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് റെഫറൻസ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. റെഫറൻസ് പ്ലെയിൻ, പുതിയ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്വീപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? സ്വീപ്പ് ചെയ്യുന്ന നേരത്ത് എപ്പോഴും പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്കൊരു പ്ലെയിൻ വേണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു പാത്ത് ഉണ്ടെങ്കിൽ ഈ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്കൊരു പ്ലെയിൻ വേണം എന്നിരിക്കട്ടെ. നമുക്ക് നോക്കാം. പ്ലെയിനകത്ത് പോവാ. ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് ദി പോയിന്റ്. എനിക്ക് ഇനിഷ്യലി അവർ പോയിന്റിന് കോയിൻസിഡന്റ് ആണ് എടുത്തേക്കുന്നത്. പക്ഷെ സെക്കൻഡ് റെഫറൻസ് ആയിട്ട് ഞാൻ ഈ ലൈൻ, ഈ ഒരു സ്പ്ലൈൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ സ്പ്ലൈന് പെർപെൻഡിക്കുലർ എടുത്ത് പോയിന്റിന് കോയിൻസിഡന്റ് എടുത്ത് ഫുള്ളി ഡിഫൈൻ. ഇത് മാത്രമുള്ളപ്പം അവർ ഡിഫൈൻ പ്ലെയിൻ ഒന്നും തന്നില്ല. അടുത്ത റെഫറൻസ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സെക്കൻഡ് റെഫറൻസ് കൂടെ എടുത്ത സമയത്ത് സ്പ്ലൈന് പെർപെൻഡിക്കുലർ, ആ പോയിന്റിലൂടെ കോയിൻസിഡന്റ് ആയിട്ടുള്ള എന്ത് വന്നു? പുതിയൊരു പ്ലെയിൻ വന്നു. അങ്ങനെ നമുക്ക് സ്പ്ലൈന് അല്ലെങ്കിൽ ലൈനോ അല്ലെങ്കിൽ ആർക്കിനോ ഒക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? പ്ലെയിൻ വരയ്ക്കാം. ഇനി അതിനെ നമുക്ക് എടുത്തിട്ട് സ്വീപ്പ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പരിപാടികളൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഇഷ്ടമുള്ള ഷേപ്പുകൾ സ്വീപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അതിലേക്ക് സ്വീപ്പ് ആവുന്ന നേരത്ത് സ്വീപ്പിൻ്റെ ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഫീച്ചേഴ്സിനകത്ത് പോവുക. പ്രൊഫൈലായിട്ട് ഇത് ആ ഒരു സ്കെച്ച് ടു ഇനി ഇവിടെ ഓട്ടോമാറ്റിക് സെലക്ട് ആയില്ലെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ സ്കെച്ച് 2 സെലക്ട് ചെയ്യുക. എന്നിട്ട് പാത്തായിട്ട് സ്കെച്ച് 1 സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഷേപ്പ്. ഓക്കെ, സ്യൂപ്പ് എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഉണ്ടായിട്ടില്ലേ? നമ്മൾ ജസ്റ്റ് ഇല്ലെങ്കിൽ വിട്ടോളാം. സ്വീപ്പ് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ എക്സാമ്പിളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മുടെ വയർ, പൈപ്പ്, അതൊന്നും ഒരു രീതിയിലും എക്സ്ട്രൂഡ് വെച്ചും റിവോൾവ് വെച്ചും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ മൗസിന്റെ ഒക്കെ വയർ നോക്കിയേ, അല്ലെങ്കിൽ ചാർജറിന്റെ ഒക്കെ കേബിൾ നോക്കിയേ, സർക്കുലർ ക്രോസ് സെക്ഷനാ. പക്ഷെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ആക്സിസിനെ പോലെ റിവോൾവ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഒരു ഡെഫിനിറ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനത്തെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്വീപ്പ് യൂസ് ചെയ്യുന്നത്. സ്വീപ്പിന് പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് എപ്പോഴും ഒരു പ്ലെയിൻ വേണം. പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് എപ്പോഴും പ്ലെയിൻ വേണം.
അങ്ങനെ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഓക്കെ. ക്ലിയർ അല്ലേ? റെഫറൻസ് പ്ലെയിൻ്റെ ആ, പർപ്പസ് ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, അതിനകത്ത് തന്നെ നമുക്ക് ഇനി പല പല ടൈപ്പ് റെഫറൻസ് വരുന്നുണ്ട്. റെഫറൻസ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, റെഫറൻസ് പോയിന്റ് ഉണ്ട്, റെഫറൻസ് ആക്സിസ് ഉണ്ട്. നമുക്ക് അതൊക്കെ ഈ ഒരു എക്സ്ട്രൂഡ്, റിവോൾവ്, സ്വീപ്പ്, ലോഫ്റ്റ് അങ്ങനത്തെ ടൂൾസ് കഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. ഓക്കെ, ഞാൻ ഇത്ര ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ, ഉം. 2 വീഡിയോ ആയിട്ട് ആക്കാം.